ഞാൻ സിവിൽ സർവീസ് പരീക്ഷ തോറ്റ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ തോൽവിയിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ സിവിൽ സർവീസ് കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചതിക്കുഴികളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ അധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. സോ ആ വീഡിയോ ചെയ്തപ്പോഴാണ് എത്രത്തോളം ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ടെന്നും പലരും ഈ ഒരു തോൽവിയിലൂടെ കടന്നു പോയപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഉണ്ടായിരുന്നു. സോ ഇത്തരത്തിൽ വീണ്ടും വീഡിയോ ചെയ്യാൻ ഈ കമൻറ്റുകൾ തന്നെയാണ് എനിക്ക് പ്രചോദനമായിട്ടുള്ളത്. സിവിൽ സർവീസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് കുറേയധികം ചതിക്കുഴികളുണ്ട്. ഈ ചതിക്കുഴികളിൽ പലരും പോയി വീഴാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അന്വേഷിക്കാതെ, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി കൂടുതൽ അന്വേഷിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഈ ഒരു പരീക്ഷയെ പറ്റി മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ്. മുന്നുള്ള വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് ആക്ച്വലി സിവിൽ സർവീസിൻ്റെ ഒരു ഹബ്ബായിട്ടുള്ളത്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പലരും സ്വന്തം നാട്ടിലോ ഒക്കെയുള്ള സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ട് പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ പോയി അവരുടെ ഒരു വലയത്തിൽ വീണു പോവുകയാണ്. റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കുക, അതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. സോ കേരളത്തിലെ എല്ലാ ചെറിയ ചെറിയ പട്ടണങ്ങളിലും എന്തുണ്ട്, എല്ലാ ജില്ലകളിലും IAS കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത് തിരുവനന്തപുരത്തുള്ള കോച്ചിങ് സെൻറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ തിരുവനന്തപുരത്ത് മാത്രം? അത് ഈ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ഗുണമല്ല, അത് തിരുവനന്തപുരം പട്ടണം അതിൻ്റെ ഒരു ഹബ്ബായി മാറിയതാണ്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല അവിടെ ഒരു പിയർ ഗ്രൂപ്പ് സെറ്റപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള എക്കോ സിസ്റ്റം, സിവിൽ സർവീസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരു എക്കോ സിസ്റ്റം നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. വേറെ എവിടെയും നമുക്ക് അത് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഡൽഹി ഒരു സിവിൽ സർവീസ് ഹബ്ബായി മാറിയത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഏറ്റവും കൂടുതൽ കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകൾ ഭരണസിരാ കേന്ദ്രമാണ്. ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രം കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഡൽഹി എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് ഡൽഹിയെ ഒരു സിവിൽ സർവീസ് ഹബ്ബാക്കി മാറ്റിയത്. അതേ ഘടകം തന്നെയാണ് കേരളത്തിൽ തിരുവനന്തപുരത്തെ, നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയായ തിരുവനന്തപുരം, എല്ലാ ഗവൺമെൻറ് ഓഫീസുകളുടെയും ഒരു സെൻട്രൽ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. സോ അങ്ങനെയാണ് തിരുവനന്തപുരം ഒരു ഹബ്ബായി മാറുന്നത് തന്നെ. ഇനി നമ്മൾ സിവിൽ സർവീസ് റിസൾട്ട് ഉള്ള ആളുകൾ എടുത്തു നോക്കിയാലും തിരുവനന്തപുരം ജില്ലക്കാരായിരിക്കും എല്ലാ വർഷത്തെയും റിസൾട്ടിൽ ഒരു തിരുവനന്തപുരംകാരനെങ്കിലും ഉണ്ടാവും. തീർച്ചയായിട്ടും അത് അവരുടെ ആ ഒരു എക്കോസിസ്റ്റം, അവർക്ക് ചെറുപ്പം മുതലേ ഈ ഒരു എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെടാനും അതുപോലെ കൂടുതൽ എക്സ്പോഷർ സിവിൽ സർവീസും എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം ജില്ലക്കാർ കൂടുതലായിട്ട് ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ പല ഘടകങ്ങളും ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പല ആളുകളും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നേരെ ഈ പരീക്ഷ പോയി എഴുതുന്നത്. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. അതിനുശേഷം നോക്കേണ്ടത് അവിടുത്തെ റിസൾട്ടാണ്. ഇനി തിരുവനന്തപുരത്തുള്ള എല്ലാ അക്കാഡമികളും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. സോ റിസൾട്ട് ഉള്ള സ്ഥലത്ത് പോവുക. തിരുവനന്തപുരത്ത് 4-5 നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അക്കാഡമിക് ഡേ അതല്ലാതെ 3-4 നല്ല സിവിൽ സർവീസ് അക്കാഡമീസ്, റിസൾട്ട് ഉള്ള അക്കാഡമീസ് ഉണ്ട്. നിങ്ങൾ അവരുടെ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും റിസൾട്ട് ഉള്ള ആളുകളുടെ. സോ അത്തരത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മനസ്സിലാക്കിയിട്ട് അവരുടെ റിസൾട്ടുകൾ മനസ്സിലാക്കി അവരുടെ ഫാക്കൽറ്റീനെ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ പോവുക. ഇനി നിങ്ങൾ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫാക്കൽറ്റീസ് എല്ലാവരും നമ്മളടുത്ത് ഇങ്ങനെ പഠിക്കൂ അങ്ങനെ പഠിക്കൂ, അത്രയും ഉദ്യോഗാർത്ഥികളുണ്ട്, കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും ഫാക്കൽറ്റീസിന് എത്തിപ്പെടാൻ പറ്റില്ല. സോ നമ്മളാണ് അവിടെയുള്ള എക്കോസിസ്റ്റത്തിനെയും ഫാക്കൽറ്റീസിനെയും പരമാവധി യൂസ് ചെയ്യുന്നത് നമ്മുടെ കടമയാണ്. വെറുതെ പോവുക, ക്ലാസ്സിലിരിക്കുക, വരിക എന്നുള്ളതല്ല. ആ അക്കാഡമിയിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക. ഇത്തരത്തിൽ നിങ്ങൾ ചിലവാക്കുന്ന പണം നിങ്ങൾ ആ ഒരു അക്കാഡമിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും നിങ്ങൾ എന്ത് ചെയ്യുക, നേടിയെടുക്കാൻ ശ്രമിക്കുക. സോ പ്രിലിംസ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് പലപ്പോഴും പല അക്കാഡമികളും കാൻഡിഡേറ്റ്സിനെ കൂടുതലായിട്ട് പേഴ്സണൽ ഗൈഡൻസ് തരുന്നത്. ആദ്യഘട്ടത്തിൽ, പ്രിലിംസിൻ്റെ ഘട്ടത്തിൽ പലപ്പോഴും അവർക്കത് സാധിക്കാറില്ല, അത്രയും കാൻഡിഡേറ്റ്സ് ഉള്ളതിനാൽ തന്നെ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിലിംസ് ഘട്ടത്തിൽ തന്നെ
നിങ്ങളുടെ ഫാക്കൽറ്റീസ് ആയിട്ടും നിങ്ങളുടെ അക്കാഡമി ആയിട്ടും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ഇത്തരം അക്കാഡമികളിൽ നിന്ന് കിട്ടുകയുള്ളൂ. സോ നിങ്ങൾ കേരളത്തിലാണ് സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ടത് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്. ഇനി അതല്ല, നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മറ്റൊരു ചോദ്യം, ഇനി കോച്ചിങ്ങിന് പോകണോ? എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കോച്ചിങ്ങിന് തീർച്ചയായിട്ടും പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ കോച്ചിങ് ചെയ്ത ആളുകളുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. സോ അവർക്ക് അതിലൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. സോ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ പരീക്ഷയെപ്പറ്റി നല്ലൊരു ധാരണയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടടുത്ത് തന്നെയുള്ള ആളോ നിങ്ങളെ റിലേറ്റീവോ ഈ പരീക്ഷ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിലോ അവർക്ക് ഈ പരീക്ഷയെപ്പറ്റി നല്ല അറിവുണ്ടെങ്കിലോ നിങ്ങൾക്ക് കോച്ചിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ലൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ കോച്ചിങ്ങിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും ഇല്ല. കാരണം റിസോഴ്സസ്, പഠിക്കാനുള്ള റിസോഴ്സസ് നല്ല രീതിയിലുണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൽ ഗൈഡൻസ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. സോ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് നോക്കി സെലക്ട് ചെയ്യണം. അതിൻ്റെ റിസൾട്ട് നോക്കുക, അതിൻ്റെ ലൊക്കേഷൻ നോക്കുക, അതേപോലെ അവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റിയും നോക്കണം. അവർ ഏത് രീതിയിലുള്ളതാണ്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് മറ്റാളുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കമൻസ് എടുക്കണം. എങ്ങനെയുണ്ട്, അവിടെ മുൻപ് പഠിച്ച് കുട്ടികളായിട്ടൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി വീഴുക. പലരും പല ഓൾറെഡി സർവീസിലുള്ള ആളുകളെയൊക്കെ വെച്ച് പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പല അക്കാഡമികളും നടന്നു പോകുന്നുണ്ട്. അവിടെയൊന്നും നിങ്ങൾ ദയവായിട്ട് പെട്ടു പോകരുത്. റിസൾട്ട് നോക്കിയിട്ട് മാത്രം നിങ്ങൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ പണം വെറുതെ പോവുകയാണ് ചെയ്യുക. സോ സിവിൽ സർവീസ് കോച്ചിങ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. നിങ്ങളുടെ 3-4 വർഷം ഇതിനായിട്ട് പോകുമ്പോൾ അത്രയും വലിയൊരു പൈസയും നിങ്ങളുടെ സ്റ്റേ, നിങ്ങളവിടെ താമസിക്കുന്നത് സ്റ്റേ, അവിടുത്തെ ഫുഡ്, അതുപോലെ നിങ്ങളുടെ കോച്ചിങ് ഫീ, അതുപോലെ നമുക്ക് പല ബുക്സുകളും അതൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടാവും. സോ വളരെ എക്സ്പെൻസീവാണ്. 3-4 വർഷത്തേക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പലരും പല ബുക്കുകളും വേണ്ടാത്തതൊക്കെ വാങ്ങിക്കൂട്ടും. സോ പൈസ ചിലവാക്കുമ്പോൾ നിങ്ങൾ ഒരു ബുക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് കോച്ചിങ്ങിന് പോകുമ്പോൾ നിങ്ങളുടെ പൈസ അതിനുള്ള ഒരു റിട്ടേൺ ഉണ്ടോ എന്ന് ആലോചിച്ച് മാത്രം ചെയ്യാം. ഇവിടെയൊക്കെയാണ് ഗൈഡൻസിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതൊക്കെ മുൻപ് പഠിച്ച ആളുകളുമായിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സിവിൽ സർവീസ് കോച്ചിങ്ങിലേക്ക് പോവാം. അനാവശ്യമായിട്ട് ബുക്കുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. മിനിമം ബുക്സ്, മാക്സിമം റിവിഷൻ ആണ് സിവിൽ സർവീസിൻ്റെ കീ. സോ നമ്മൾ ഫെർദർ വീഡിയോയിൽ ഇത്തരം ബുക്കുകളെ പറ്റിയും ഈ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ നമുക്ക് ചിലവ് കുറച്ചുകൊണ്ട് സിവിൽ സർവീസ് കോച്ചിങ് നടത്താമെന്നൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.